തിരുവിതാംകൂറിന്റെ വിസ്തൃതയും ഉത്തരവാദിത്തങ്ങളും ഏറിവരികയാണ്. കാര്യങ്ങൾ കൂടുതൽ വ്യവസ്ഥാപിതമാക്കാൻ സമർത്ഥനായ ഒരു പുതിയ കാര്യവിചാരകനെ നമുക്ക് ആവശ്യമുണ്ട്. പ്രഭു, കാര്യവിചാരകന്റെ സ്ഥാനത്തിന് യോഗ്യനായ ഒരുവനുണ്ട്. പത്മനാഭപുരത്തിനടുത്തുള്ള നട്ടാലം ഗ്രാമത്തിൽ മരുതുകുളങ്ങര വാസുദേവന്റെ മകൻ നീലകണ്ഠൻ. സംസ്കൃതം, തമിഴ്, മലയാളം ഭാഷകളിൽ അതീവ പാണ്ഡിത്യം. തർക്കത്തിലും വേദത്തിലും വ്യാകരണത്തിലും വിദഗ്ധൻ. ആയോധന വിദ്യയിൽ ബഹുകേമൻ. ശരിയാ തിരുമേനി, നോം കേട്ടിരിക്കണോ ആ വിദ്വാനെ കുറിച്ച്? നീലകണ്ഠന്റെ അമ്മ ദേവകിയുടെ മേപ്പാട് തറവാടുമായി എനിക്കും അടുത്ത ബന്ധമുണ്ടേ. അവിടെ നിന്നാണ് നോം വേണ്ടി കഴിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വിദ്വാനെ നോം നേരിൽ കണ്ടിട്ടില്ല. എന്തിനാണ് നോം ഇത്രയും പറഞ്ഞുകൊണ്ടുള്ളത്? ആ വിദ്വാനെ നല്ല രീതിയിൽ അറിയുന്ന ആളല്ലേ ഈ നിൽക്കുന്നത്? ആര്? ഈ അനന്തത്തമ്പുരാനോ? അല്ല, രാമയ്യൻ. അവരൊരുമിച്ചായിരുന്നു കളരിയിൽ. ഓ, എങ്കിൽ രാമയ്യൻ പറയും. തന്റെ സഹപാഠിയെ നീലകണ്ഠൻ കാര്യവിചാരകൻ പദവിക്ക് അനുയോജ്യനാണ്. ക്ഷമിക്കണം മഹാരാജാവ്, നീലകണ്ഠൻ അറിവുണ്ട് എന്നുള്ളത് നേര് തന്നെയാണ്. പക്ഷേ പുറമേ കാണുന്നത്ര ധർമ്മിഷ്ഠനല്ല അവൻ. കൊട്ടാരത്തിലെ രഹസ്യങ്ങൾ ചോർത്തുവാനും അവിശ്വസ്തത കാണിക്കുവാനും അവൻ മടിക്കില്ല. സാമ്പത്തിക കാര്യങ്ങളിൽ അത്ര ശുദ്ധിയുള്ളവനല്ല നീലകണ്ഠൻ. ഒരഞ്ചിട്ട് കോവിലക കണ്ടപുര സ്ത്രീകളുമായി അവൻ ആരോഗ്യകരമല്ലാത്ത ചില ബന്ധങ്ങളുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കള്ളം, പച്ചക്കള്ളം. മനസ്സിലെ സഹപാഠിയെ കുറ്റം പറയുന്നതിന് ഈ രാമയ്യന്റെ രാജ്യത്തേക്കാൾ വലുതല്ല ഒരു സൗഹൃദം. ശുദ്ധ അസംബന്ധം. കളരിയിൽ വെച്ച് നീലകണ്ഠനോട് ഏറ്റുമുട്ടി തോറ്റതിന്റെ മുറിവും പകയും ഇപ്പോഴും ഇവന്റെ മനസ്സിലുണ്ട്. രമയ്യ, പക പോക്കാനല്ലേ നീലകണ്ഠനെ കുറിച്ച് അപവാദങ്ങൾ വിളിച്ചു പറയുന്നത്? വ്യക്തിപരമായ വിദ്വേഷങ്ങൾ എന്തു തന്നെ ആയാലും എൻ്റെ മകൻ രാമയ്യൻ ഒട്ടും മോശക്കാരനല്ല. അസാധ്യ ബുദ്ധിശക്തിയുള്ളവനാണവൻ. കൊട്ടാരത്തിൽ ഉചിതമായൊരു സ്ഥാനം നൽകി അവനെ അനുഗ്രഹിക്കണം പ്രഭു. നമ്മൾ എല്ലാം കേട്ടു. നാം നമ്മുടെ ഉപദേശക സംഘത്തെ വിശ്വാസത്തിലെടുക്കുന്നു. ഒരു കാര്യവിചാരകൻ വേണ്ടത് ബുദ്ധി മാത്രമല്ല, വിശ്വസ്തതയും കറപുറലാത്ത സ്വഭാവവുമാണ്. അതുകൊണ്ട് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ പുതിയ കാര്യവിചാരകനായി മരുതുകുളങ്ങര വാസുദേവൻ മകൻ നീലകണ്ഠനെ നാം നിയമിക്കുന്നു. രാമയ്യന്റെ കാര്യപ്രാപ്തിയെ നമ്മൾ തള്ളിക്കളയുന്നില്ല. രാജാവിന്റെ കൽപ്പനകളും ദൂതും സ്വദേശത്തും വിദേശത്തും എത്തിക്കാനുള്ള തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഔദ്യോഗിക രാജദൂതനായി നോം രാമയ്യനെ നിയമിക്കുന്നു. പക്ഷെ ഒന്നോർക്കണം, രാജദൂതനേക്കാൾ വളരെ മുകളിലായിരിക്കും കൊട്ടാരം കാര്യവിചാരകനായ നീലകണ്ഠന്റെ സ്ഥാനം. കാര്യവിചാരകന്റെ നിർദ്ദേശം അനുസരിച്ച് വേണം രാമയ്യൻ പ്രവർത്തിക്കാൻ.
മുത്തഴക് മണിച്ചെറുക്കൻ തിങ്കളേ തിങ്കളേ ഇനി ഒളി കണ്ടെറിയരുതേ ജനലരിയിൽ ഈ കൺമണിയേ നോക്കരുതേ ഇന്നതിന്നാക്ക് ചേരേണം എന്നത് വിധിയുടെ വിളയാട്ടം കടമയിൽ കാലതളം കവിളിനിൽ സിന്ദൂരം